യാ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ. ഇതിന്റെ ഒരു ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണാൻ പറ്റുക. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, രണ്ട് തരം ഗോസ്പൽ ഉണ്ട്. പൗരസ്ത്യ സുവിശേഷം, പാശ്ചാത്യ സുവിശേഷം, രണ്ട് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗോസ്പൽ, രണ്ട് ഗോസ്പൽ ആണുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് വെസ്റ്റേൺ ഗോസ്പൽ ആണ്. നമ്മളൊരു വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ വിശ്വാസം വെറുതെ എനിക്ക് ഇന്ന് കിട്ടുന്ന വിശ്വാസമല്ല ഞാൻ ഹോൾഡ് ചെയ്യേണ്ടത്. നമ്മൾ സഭയുടെ ആദിമ കാലത്തേക്ക് ഇറങ്ങിപ്പോകണം. ഹിസ്റ്റോറിക്കലായിട്ട് ആ സഭയിൽ ഉണ്ടായിരുന്നവർ എന്ത് വിശ്വസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഏൻഷ്യന്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആണ്. നമ്മൾ ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം വേരുകളിലേക്ക് ഇറങ്ങുക, വേരുകളിലേക്ക് തിരിച്ചു പോയി ആ റൂട്ട്സിൽ എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഗ്ലോറിയസ് ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏദൻ തോട്ടത്തിലല്ല. പലപ്പോഴും സാധാരണ ആൾക്കാര് ഒരു ഗോസ്പൽ പറയുമ്പോൾ ആ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ആദത്തിനെ ഹൗവയൊക്കെ നിർത്തി, ആദവും ഹൗവയും പാപം ചെയ്തു, പിന്നെ ദൈവത്തിന് കോപം വന്നു, ദൈവം എന്നിട്ട് ഇവരെ ഇറക്കി വിട്ടു, പിന്നെ ഇവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. അപ്പോ ഗോസ്പൽ, വെസ്റ്റേൺ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ മിസ്റ്റേക്കിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പറ്റിയൊരു കയ്യബദ്ധം. ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, കയ്യബദ്ധം പറ്റിയതാണ് നാറ്റിക്കരുത്. അപ്പൊ അതേപോലെ ദൈവത്തിന് പറ്റിയ ഒരു കയ്യബദ്ധം. എന്താണ് ഈ കയ്യബദ്ധം? ഇത് ചൂണ്ടിക്കാണിച്ചാണ് പലപ്പോഴും യുക്തിവാദികൾ ചോദ്യം ചോദിക്കുന്നത്. ക്ലബ് ഹൗസിൽ ഗ്ലോറിയസ് ഗോസ്പലിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, യുക്തിവാദികളുടെ ചോദ്യത്തിന് മുന്നിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ യുക്തിഭദ്രത ചൂണ്ടിക്കാണിക്കാൻ ഗ്ലോറിയസ് ഗോസ്പലിന് പറ്റുന്നുണ്ട്. പക്ഷെ റെഗുലർ ഗോസ്പലുകാർ അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു ലോജിക് ഇല്ലായ്മ കാരണം യുക്തിവാദികളുടെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഏദനിൽ സംഭവിച്ചത്? ഏദനിൽ ദൈവം കുറച്ച് മനുഷ്യരെ ഉണ്ടാക്കി. ഞാൻ റെഗുലർ ഗോസ്പൽ ആണെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ദൈവം കുറച്ച് മനുഷ്യരെ ഉണ്ടാക്കി. ഈ മനുഷ്യരൊക്കെ ഒരു നല്ല അനുസരണയുള്ള മക്കളായിട്ട് ജീവിക്കണമെന്നായിരുന്നു ഈ ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് പറ്റി? ഈ മനുഷ്യർ ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി അവർക്ക് കൊടുത്തേക്കുന്ന ആ ഫ്രീ വില്ലിനെ അവർ എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള കാര്യം അവർ ചെയ്തു. ഈ കാര്യം കണ്ടപ്പോൾ ദൈവത്തിന്റെ മനസ്സ് തകർന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ഞാൻ ഈ മക്കളെ വളർത്തിയത്. ഇവന്റെ ചില മാതാപിതാക്കന്മാരുണ്ട്, ഞാൻ ഇവൻ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ ഇവൻ എങ്ങനെ ആയില്ല. ഞാൻ ഇവനൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ ഇവൻ അങ്ങനെ ആയില്ല. അതേപോലെ ഏദനിൽ പാപം ചെയ്തപ്പോഴത്തേക്കും ദൈവം വിചാരിക്കാൻ, ഞാൻ ഇവനൊരു നീതിമാനും വിശുദ്ധനുമായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാനായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ അവൻ അങ്ങനെ ആയില്ല. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പദ്ധതി പൊളിഞ്ഞ ദൈവം. എന്തോ ഒരു ദൈവസങ്കല്പമാണ്. ആദ്യമേ ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി പൊളിയുകയാണ്. ഇതാണ് വെസ്റ്റേൺ ഗോസ്പൽ ആൻഡ് വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്. പദ്ധതി പൊളിഞ്ഞ ദൈവം. അപ്പൊ ഈ പദ്ധതി പൊളിഞ്ഞ ദൈവം എന്ത് ചെയ്യുകയാണ്? വേറെ പല പദ്ധതികളും നടത്തുകയാണ്. പക്ഷെ ഈ പദ്ധതികളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ പദ്ധതി ശരിയാവാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവസാനം തന്നെ ഇറങ്ങി വന്നിട്ട് താൻ ചെയ്ത മിസ്റ്റേക്കിന് താൻ തന്നെ ശിക്ഷയൊക്കെ അനുഭവിച്ചു. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. ദൈവം സ്വന്തമായിട്ട് ഇറങ്ങി വന്നു. ദൈവം സ്വന്തമായി ഇറങ്ങി വന്നിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ മനുഷ്യരെ, ഈ നഷ്ടപ്പെട്ടു പോയ ആദത്തിന്റെ മക്കളെയൊക്കെ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചു, അടികൊണ്ടു, മരിച്ചു, എന്തോക്കെ പീഡകളായിട്ട് ദൈവമേ. പക്ഷെ എന്നാലും ഇത്രയൊക്കെ സ്വന്തമായിട്ട് ഇറങ്ങി വന്ന് ചെയ്തിട്ടും
കാര്യമൊന്നും നടന്നില്ല. കാരണം ലോകത്തെ രക്ഷിക്കാൻ വന്ന ദൈവം, പക്ഷെ ഈ ദൈവത്തിൽ ഈ പറഞ്ഞ ലോകത്തെ രക്ഷിക്കാൻ വന്നു. ലോകത്ത് ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 6 പേര് പോലും സ്വർഗത്തിൽ പോകത്തില്ല. ഇതാണ് വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം ഇറങ്ങി വരിക. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇവർ പറയുന്ന വെള്ളസിംഹാസനത്തിന്റെ മുന്നിലുള്ള ന്യായവിധിയെങ്കിൽ അതാണ് എൻഡ് ഓഫ് ദ ഡേ എന്ന് നമുക്ക് വെക്കാം, അല്ലെ? രാവിലെ മൊത്തം കച്ചവടം ചെയ്തു, രാത്രി നമ്മൾ ആ ദിവസം കഴിയാറായപ്പോഴത്തേക്ക് കണക്കെടുത്ത് നോക്കിയപ്പോൾ ലാഭമില്ല, നഷ്ടം മാത്രം. പക്ഷെ ആൾക്കാരെല്ലാം വന്ന് സാധനം മേടിച്ചോണ്ട് പോവുകയും ചെയ്തു, കടമൊന്നും ഇല്ലതാരും, പക്ഷെ കാശൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ ദൈവത്തിന്റെ. ദൈവം സ്വന്തമായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. മനുഷ്യരെ എല്ലാരും രക്ഷിക്കണം, 100 ആടുണ്ടെങ്കിൽ 100നെ വേണം, 99നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ ദൈവം മനുഷ്യരെ എല്ലാരും രക്ഷിക്കാൻ പോയി. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കാൽക്കുലേഷൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ പോകുന്ന വെറും 5-6% പേരാ. 10% എന്നൊക്കെ നമ്മൾ ഔദാര്യത്തോടെ കൊടുക്കാറുണ്ട്. 10% ചില ആൾക്കാരൊക്കെ അതിനും ദാരിദ്ര്യമുള്ള ആൾക്കാർ. അവര് പറയുന്നത് 1,14,000 എങ്ങാണ്ടൊരു കണക്കുണ്ട് വെളിപാട് പുസ്തകത്തില്. അത്രയും പേരെ സ്വർഗത്തിൽ പോകത്തുള്ളെന്ന് അവര് പറയുന്നത്. 1,00,000 കോടിക്കണക്കിന് ആൾക്കാരുള്ള ഈ ലോകത്തിൽ നിന്ന് 1,00,000 പേരെങ്ങാണ്ട സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഏതെങ്കിലും പദ്ധതി ഇട്ടു, ഏതെല്ലാം പദ്ധതി ഫ്ലോപ്പായി. പിന്നെ വേറെ പ്രവാചകന്മാരിൽ കൂടെ പല പദ്ധതികൾ ഇട്ടു, പദ്ധതികൾ ഫ്ലോപ്പായി. പിന്നീട് ഈ പദ്ധതികളൊന്നും നടക്കാഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി വന്നു, സ്വന്തമായിട്ട് അതാണ്ട് ചെയ്തെന്ന് പറഞ്ഞ് പോയി. പക്ഷെ പദ്ധതി ഫ്ലോപ്പായി. ആകെ മൊത്തം എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങോട്ട് ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. ഇതാണ് വെസ്റ്റേൺ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്ന ദൈവം. പക്ഷെ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത് അനാദികാലം മുതലുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ്. അനാദികാലം മുൻപ് ഈ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏദൻ തോട്ടത്തിലല്ല. ഈ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ നിന്ന് നാം ഉണ്ടാകുന്നു. നമ്മൾ തെറ്റിലേക്ക് പോകുന്നു. അപ്പൊ ഈ തെറ്റിലേക്ക് പോകുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മള് ഈ പഴം കഴിക്കുന്നതും ആദം ഫോള് ചെയ്ത് താഴെ വീഴുന്നതും മനുഷ്യവർഗം ഇതിലേക്കൂടെ പോകുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി ഫെയിൽ ആയപ്പം ദൈവം ഒരു പുതിയ പ്ലാൻ കണ്ടുപിടിച്ചല്ല. യെസ്, ഇറ്റ് ഈസ് ദെയർ ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. ദൈവത്തിന്റെ പ്ലാൻ എ എന്തായിരുന്നു? ദൈവത്തിന്റെ പ്ലാൻ എ ഇൻകാർണേഷൻ ആയിരുന്നു. ആദം തെറ്റ് ചെയ്താലും ചെയ്തില്ലായിരുന്നെങ്കിലും യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചേനെ. ആദത്തിന്റെ തെറ്റ് മൂലമല്ല യേശുക്രിസ്തു ജഡത്തിൽ അവതരിക്കുന്നത്. ആദം തെറ്റ് ചെയ്തായിരുന്നെങ്കിലും തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലും ദൈവം ജഡത്തിൽ അവതരിച്ചേനെ. ഇൻകാർണേഷനിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പൊ ആദത്തിന്റെ തെറ്റ് കാരണമല്ല ദൈവം ജഡമെടുക്കുന്നത്. ദൈവം ജഡമെടുക്കാൻ പ്ലാൻ ചെയ്തു ഓൾറെഡി. അപ്പൊ ആ സൈഡിൽ കൂടെ എന്ത് പറ്റുകയാണ്? ആദം തെറ്റ് ചെയ്തു വീഴുകയാണ്. ബട്ട് പ്ലാൻ എ ഇസ് ദെയർ. പ്ലാൻ എ അവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? മനുഷ്യർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അറിയാം ഫെയിൽ ആകുമെന്ന് അറിയാം. ആ ഫെയിൽ ആയാൽ മാത്രമേ, ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കൂടുതൽ പഠിക്കുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ഇപ്പൊ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു. ആദ്യം ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്രിയേഷന്റെ പ്രക്രിയ അവിടെ കൊണ്ട് തീരുന്നില്ല. ആ ക്രിയേഷൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യവർഗത്തിന്റെ ക്രിയേഷൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബൈബിളിലെ ആ ഏർലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ചിന്താഗതിയും അതിന്റെ ഒരു മിഡിൽ ഏജിലേക്ക് വരുമ്പോൾ ഉള്ള ചിന്താഗതിയും ഇപ്പോഴുള്ള മോഡേൺ ചിന്താഗതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അടിമത്വം,
പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒത്തിരി അടിമത്തം പോലത്തെ, പിന്നെ വാറുകള്, യുദ്ധങ്ങള്, ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ, പിന്നെ ഈ സ്ത്രീകളോടുള്ള മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, കുഞ്ഞുങ്ങളോടുള്ള മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ പല അന്ധവിശ്വാസങ്ങളും മോശമായിട്ടുള്ള ഒരു അൺസിവിലൈസ്ഡ് കാര്യങ്ങള്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലും യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുൻപേ ഉള്ള കാലഘട്ടത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, ആ യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ നടന്നു കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 വർഷം കൊണ്ടുണ്ടായ പുരോഗമനം, ഇപ്പം രണ്ട് കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷന് മുന്നേ, ഇൻകാർണേഷന് ശേഷം എന്ന് പറഞ്ഞ് 2 കാലാവധിയായിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻകാർണേഷന് മുന്നേ ഉള്ള ടൈമാണ് കൂടുതൽ, അല്ലെ? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്കിലോട്ട് കിടപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ എങ്ങും മനുഷ്യ മൈൻഡ് സിവിലൈസ് ആയില്ല. പക്ഷെ യേശുക്രിസ്തുവിന് ഇൻകാർണേഷന് ശേഷം ഇപ്പൊ ഒരു 2000 വർഷം ആയതേ ഉള്ളൂ. പക്ഷെ മനുഷ്യവർഗം എത്തിയിരിക്കുന്ന പുരോഗമന പാത വളരെ ദൂരേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ടെക്നോളജി വൈസ് ആയാലും, കൾച്ചർ വൈസ് ആയാലും, മനുഷ്യന്റെ ഹൃദയത്തിലെ കോൺഷ്യൻസ് ആയാലും. അപ്പൊ അതിനൊക്കെ വളരെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ കാരണം ആ ഇൻകാർണേഷനാണ് അതിന്റെ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ആയിരക്കണക്കിന് വർഷത്തിന് മുന്നേ വരെ ആകാത്ത സിവിലൈസേഷനും മനുഷ്യ ചിന്തയുടെ ആ ഒരു ഡെവലപ്മെന്റ് ഈ ഒരു 2000 വർഷം കൊണ്ട് ഇത്ര ഫാസ്റ്റ് പേസിലായിരിക്കുകയാണ്. അപ്പൊ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണത്. ആ ഇൻകാർണേഷന്റെ റിസൾട്ടാണ് നമ്മളത് കാണുന്നത്. ഇൻകാർണേഷൻ റിസൾട്ട് ആണ്. അപ്പൊ ദൈവം മുന്നേ തന്നെ, ആദം ജനിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആദത്തിന്റെ പ്ലാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ ഇൻകാർണേഷൻ എടുക്കണം എന്ന് ദൈവം തീരുമാനിച്ചു. കാരണം ഇൻകാർണേഷനിലൂടെയാണ് ആദമിൽ സ്റ്റാർട്ട് ചെയ്ത ക്രിയേഷന്റെ പ്രക്രിയ കംപ്ലീറ്റ് ആകുന്നത്. ആദം, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ ഏറ്റവും ശൈശവ അവസ്ഥയാണ്. മോശയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടീനേജർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു ടീനേജർ, മനുഷ്യവർഗം ഒരു ടീനേജ് അവസ്ഥയിലൂടെ ഒക്കെ പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവിടെ കുറെ അടിയും പിടിയും ബഹളവും വെട്ടും കുത്തും ഒക്കെ കാണുന്നത്. കാരണം എപ്പോഴും ഈ ചോരത്തിളപ്പാണ്. അത് കഴിഞ്ഞ് മോശയിൽ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ ഒരു മെച്യൂർ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ചിന്തയുടെ ആ ഒരു എവല്യൂഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചിന്തയുടെ എവല്യൂഷന് കാരണക്കാരനാകുന്ന ദൈവമാണ്. ആ വ്യത്യാസം കൊണ്ടുവരുന്നത് ദൈവമാണ്. അപ്പോ ദൈവത്തിന്റെ ഇനീഷ്യൽ പ്ലാൻ, ഈ ആദം പാപം ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ ആദത്തിന്റെ പാപം നടക്കുന്നതും, ആ പാപത്തിൽ കൂടെ പാഠം പഠിക്കുന്നതും, മോശ വരുന്നതും, മോശയുടെ ന്യായപ്രമാണം കിട്ടുന്നതും, ആ ന്യായപ്രമാണത്തിലൂടെ പാഠം പഠിക്കുന്നതും, ഇതെല്ലാം മനുഷ്യവർഗത്തിന്റെ ആ ഒരു പ്രോഗ്രഷന് വേണ്ടി വളരെ ഉതകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യവർഗത്തിന്റെ ദൈവത്തോടുള്ള കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുന്നത്. ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മനുഷ്യവർഗത്തിന്റെ വ്യത്യാസപ്പെടുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോസസ്സിലൂടെ മനുഷ്യവർഗത്തെ ആ ഒരു പെർഫെക്റ്റ് ക്രിയേഷനിലേക്ക് ദൈവം നടത്തുകയാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ, ആദത്തിന്റെ ഫോളിലൂടെ, മനുഷ്യവർഗത്തിന്റെ വീഴ്ചയിലൂടെ, ഈ എല്ലാ വീഴ്ചയിലൂടെ, താഴ്ചയിലൂടെ, എല്ലാത്തിലൂടെ എന്ത് ചെയ്യാണ്? ദൈവം മനുഷ്യവർഗത്തെ ആ ഒരു ക്രിയേഷന്റെ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പോഴും നമ്മൾ അണ്ടർ ക്രിയേഷൻ ആണ്. അപ്പൊ ഈ ക്രിയേഷൻ എപ്പോഴാണ് തീരുന്നത്? സർവ്വലോകവും ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലെത്തി എന്ന് പറഞ്ഞാൽ ആ എല്ലാവരും ആ ക്രിസ്തുവിനെ കാണുമ്പോൾ, അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകം ആ ട്രൂ പെർഫെക്റ്റ് കോൺഷ്യൻസിലേക്ക് എത്തുന്നത്. അപ്പൊ ആ കോൺഷ്യൻസിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള പല പടികളിലാണ് ഇപ്പോഴും നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, ഇനി രണ്ടാമതുള്ള ഇനി മഹത്വ പ്രത്യക്ഷതയിൽ നടക്കാൻ പോകുന്നത്, ആ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നത് ആ രണ്ടാമത്തെ വരവിലാണ്. അതിനാണ്
സഭ ആ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നത്. അത് മഹത്വത്തോടുള്ള വരവാണ്, അതല്ലാതെ മനുഷ്യരെ കരിക്കാനും പുകയ്ക്കാനുമുള്ള വരവല്ല. അത് മഹത്വത്തോടെയുള്ള ക്രിസ്തുവിന്റെ വരവാണ്. ആ മഹത്വത്തോടെയുള്ള വരവിനായിട്ടാണ് സഭ നോക്കിപ്പാർക്കുന്നത്. പലപ്പോഴും ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച് പലരും പറയും, അയ്യോ ഇവര് കർത്താവ് വരത്തില്ലെന്നൊക്കെയാ പറയുന്നത്. ആര് പറഞ്ഞു? ഞങ്ങൾ കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ട് ഒരു ബാൻഡ് മേളവും അടിച്ച് ആൾക്കാരെ തീക്കകത്തിട്ട് പൊരിക്കാൻ വേണ്ടി കർത്താവ് വരത്തില്ല. അങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. അതെല്ലാം AD 70 നടന്നു കഴിഞ്ഞതാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പെർഫെക്ഷൻ ആദമിലല്ല അത് തുടങ്ങുന്നത്. ദൈവത്തിന്റെ അനാദികാലം മുതലുള്ള പ്ലാനാണ് ഇൻകാർണേഷൻ. അപ്പൊ ക്രിസ്തീയ മതത്തിന്റെ എന്താണ് പ്രത്യേകത? അനേക മതങ്ങളുണ്ട്. ഈ മതത്തിലൊക്കെ പല ചിന്തകളുണ്ട്. ഈ ചിന്തകളിലൊക്കെ എല്ലാം കോമണായി നിൽക്കുന്ന ഒരു കാര്യമാണ് സ്വർഗ നരക ചിന്ത. അപ്പൊ ക്രിസ്തീയ മതത്തിലും അത് പല ആൾക്കാരും കുത്തിക്കേറ്റിയിട്ടുണ്ട്, ഈ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ചിന്ത. ഇപ്പൊ ക്ലബ് ഹൗസിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തില്ലെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത്, പിശാചില്ലെന്നും പറയുന്നത്, നരകവും ഇല്ലെന്നും പറയുന്നത്. അപ്പൊ തന്നെ അവരുടെ ഉള്ളിലെ പിശാചും നരകവും ഒക്കെ ചാടി പുറത്തിറങ്ങും. അതുപോലെയാണ് പല ആൾക്കാരുടെ പ്രതികരണം. അപ്പൊ നരകം അവർക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടും വേണ്ടിയ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ നരകം ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. നിങ്ങൾ ബൈബിള് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇപ്പൊ എൻ്റെ അടുത്ത് പല ആൾക്കാർ ചോദിക്കും, ഏതാണ് നിങ്ങൾ ഏത് ബൈബിളാണോ വായിക്കുന്നത്? POC ആണോ അതോ വിശുദ്ധ ഗ്രന്ഥമാണോ, ഏതാ വായിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ സാധാരണ ബൈബിള് വായിക്കുമ്പോൾ ഞാനൊരു പാസേജ് നോക്കുമ്പോൾ അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് NKJV വായിക്കാറുണ്ട്. NKJV അത് വായിച്ച് പരിചയം ഉണ്ടായോണ്ടാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത്. NKJV നോക്കും. NKJV നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് തന്നെ അവിടെ നിർത്തത്തില്ല ഞാൻ. NKJV നോക്കിക്കഴിഞ്ഞ് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിലേക്ക് പോകും. പിന്നെ ദി മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു വേർഷൻ ഉണ്ട്, ആ മെസ്സേജ് വേർഷനിലേക്ക് നോക്കും. പിന്നെ വേറെ 2-3 വേർഷൻസും കൂടെ, ഒരു മോഡേൺ ഇംഗ്ലീഷിലൊക്കെ ഉള്ള പുതിയ വേർഷൻസ് ഉണ്ട്, അതും 2 നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചേർച്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ നമ്മുടെ ഇന്റർലീനിയർ ബൈബിൾ ഉണ്ട്, നിങ്ങൾ നെറ്റിൽ പോവുക, അവിടെ ഇന്റർലീനിയർ ബൈബിൾ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ എഴുതി വരും. അതിന്റെ മുകളിൽ തന്നെ അതിന്റെ ഗ്രീക്ക് വേർഡുകളും നിങ്ങൾക്ക് കിട്ടും, ഈ ഗ്രീക്ക് ഹീബ്രു വേർഡുകൾ കിട്ടും. ആ ഓരോ വേർഡുകൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബൈബിൾ ഭാഷ അവിടെ കിട്ടും. അപ്പോൾ ആ ഓരോ വാക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ ഇതിൽ നിന്നാണ് വരുന്നത്, അതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ബൈബിള് വായിക്കേണ്ടത്. അല്ല ഒരു പുസ്തകം എടുത്ത് വെച്ച് ഇത് ഒരിക്കലും പ്രശ്നമില്ലാത്ത പുസ്തകമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊക്കെ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ രീതിക്കാണ് ഞാൻ ബൈബിള് വായിക്കുന്നത്. നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വായിക്കുക, പല വേർഷൻസ് വായിക്കുക. ഇന്റർലീനിയർ എന്തെങ്കിലും, എപ്പോഴും നമുക്ക് ഇന്റർലീനിയർ വായിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ചേർച്ചക്കുറവോ എന്തെങ്കിലും സംശയമോ തോന്നിയാൽ ഇന്റർലീനിയർ എടുക്കാം. റൂട്ട് വേർഡിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെയും ക്ലാരിറ്റി വരും. അതാണ് എൻ്റെ ബൈബിൾ റീഡിങ് ടെക്നിക്ക്. അപ്പൊ ഇതാണ്, പല ആൾക്കാരും ഈ നരകം വേണമെന്ന് വളരെ അധികം നിർബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിൽ നരകമില്ല. ഇപ്പൊ ഞാനൊരു സ്ഥലപ്പേര് പറയുകയാണ്, ആലുവ. അപ്പോൾ നിങ്ങൾ ആലുവയിൽ പോകണം, നിങ്ങളെ ആലുവയിൽ കൊണ്ടാക്കും, നിങ്ങൾ ആലുവയിൽ ഇറങ്ങുക എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആ ആലുവ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതൊരു ഒരു ഈ ലോകത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതേപോലെ ബൈബിളിൽ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗെഹന്ന. ആലുവ എന്ന് പറയുന്ന പോലെ അതൊരു സ്ഥലപ്പേരാണ്. ഗെഹന്ന എന്ന് പറയുന്നത് ഒരു താഴ്വരയാണ്, അതൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഗെഹന്നായിൽ കൊണ്ട് മൃതശരീരങ്ങളെ ഇടുന്നതും അതിനെക്കുറിച്ചാണ് ബൈബിളിൽ ഈ പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്ത് കഷ്ടമാണെന്ന് നിങ്ങൾ നോക്കുക, ആ ഒരു സ്ഥലപ്പേര് ആലുവ എന്ന് പോലെ തന്നെയുള്ള ഒരു സ്ഥലപ്പേര്, ഗെഹന്ന എന്നുള്ള സ്ഥലപ്പേരിനെ തർജിമ ചെയ്ത് നരകം എന്നാക്കിയേക്കുക. എന്തോ ഒരു കഷ്ടമാണ്, നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ ഇതാണ് തർജിമയുടെ പ്രശ്നം. ഈ തർജിമയുടെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് ലാറ്റിൻ വൾഗേറ്റ്
കയറി വരുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ലാറ്റിനിലേക്കുള്ള ആ ഭാഷമാറ്റം കയറി വരുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ ഈ നരകം എന്നുള്ള വേർഡ് അത് ഞാനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഈ ഒറിജിനൽ ബൈബിളിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ആദ്യമേ വന്നതാണ് കിങ് ജെയിംസിന്റെ വേർഷൻ, ഓത്തറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ, KJV എന്നൊക്കെ പറയും, വളരെ പോപ്പുലർ ആണ് KJV. അപ്പൊ ഈ KJVയിൽ പഴയ നിയമത്തിൽ 31 തവണ നരകം എന്നുള്ള വാക്കുണ്ട്. പഴയ നിയമത്തിൽ 31 തവണ നരകം എന്നുള്ള വാക്കുണ്ട്. പുതിയ നിയമത്തിൽ 23 തവണ നരകം എന്നുള്ള വാക്കുണ്ട്. അയ്യോ, KJV ബൈബിളിനകത്തുണ്ട്. അടുത്തായിട്ട് NKJV, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, അതിനകത്ത് വരുമ്പോ എന്താണ്, അപ്പൊ ഈ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭാഷയിൽ നിന്ന് ഈ ലാറ്റിനിലേക്കുള്ള മാറ്റം വന്നു കഴിഞ്ഞപ്പോഴാണ്, ഈ ലാറ്റിനിലേക്കുള്ള മാറ്റങ്ങൾ വന്നു. അത് കഴിഞ്ഞ് അതിനെയൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യപ്പോഴാണ്. അപ്പൊ ആ ലാറ്റിൻ വൾഗേറ്റ് എന്നുള്ള ട്രാൻസ്ലേഷനിലൊക്കെയാണ് ഈ ഒരു 31 തവണയുള്ള ഈ നരകമൊക്കെയുള്ള ഭാഗം വരുന്നത്. പഴയ നിയമത്തിൽ 31 തവണ, പുതിയ നിയമത്തിൽ 23 തവണ, ടോട്ടലായിട്ട് 54. ഇത്രയും പ്രാവശ്യം നരകം എന്നുള്ള വാക്ക് ആ ബൈബിളിനകത്തുണ്ട്. പിന്നെ കുറച്ചും കൂടി റിവൈസ് ചെയ്ത് ആ ട്രാൻസ്ലേഷൻസ് ചെക്ക് ചെയ്ത്, മാനുസ്ക്രിപ്റ്റ് ചെക്ക് ചെയ്ത്, പിന്നെ അടുത്ത ഒരു ട്രാൻസ്ലേഷൻ ഇറങ്ങി, ന്യൂ കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ട്രാൻസ്ലേഷനകത്ത് പഴയ നിയമത്തിലെ 31 എന്നുള്ള കണക്ക് 19 കുറഞ്ഞു. അപ്പൊ ന്യൂ കിങ് ജെയിംസ് വേർഷനകത്ത് പഴയ നിയമത്തിൽ 19 തവണയുള്ളൂ നരകം എന്നുള്ള വാക്ക്. അപ്പൊ ബാക്കിയൊക്കെ എവിടെ പോയി? ബാക്കിയൊക്കെ ചുമ്മാ കുത്തിക്കേറ്റിയേക്കുന്ന വാക്ക, അങ്ങനെ ഒരു വാക്കേ ബൈബിളിൽ ഇല്ല. അപ്പം ഓൾഡ് ഈ പറഞ്ഞ കിങ് ജെയിംസ് വേർഷനകത്ത് പുതിയ നിയമത്തിൽ 23 എണ്ണം ഉള്ളപ്പോൾ ന്യൂ കിങ് ജെയിംസ് വരുമ്പോ എന്താണ്, അവിടെ 13 തവണ മാത്രമേ പുതിയ നിയമത്തിൽ നരകം എന്നുള്ള വാക്കുള്ളൂ. അപ്പൊ ബാക്കി വാക്കുകളൊക്കെ എവിടെ പോയി? ബാക്കി വാക്കുകൾ മിസ്സിംഗ് ആണെന്നല്ല, അതിന്റെ റിയൽ ട്രാൻസ്ലേഷനിൽ നിന്ന് ഒന്നുകൂടെ ആ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആ ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ ഒന്ന് പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇതിനകത്ത് നരകമെന്ന് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടേക്കുന്ന അത് നരകമൊന്നും അല്ല, അത് വേറെ വാക്കുകളാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് ആ നരകം എന്നുള്ള വാക്കുകൾ എടുത്ത് മാറ്റി. അപ്പൊ നമ്പർ ഓഫ് നരകത്തിന്റെ ആ എണ്ണം കുറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കിങ് ജെയിംസ് വേർഷൻ അന്നത്തെ കാലത്ത് വായിച്ചുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരുടെയും ചിന്തയിലേക്ക് ഈ നരകം കയറി. ന്യൂ കിങ് ജെയിംസ് വേർഷൻ വന്നപ്പോഴത്തേക്ക് അത് വായിക്കാൻ തുടങ്ങിയ ആൾക്കാരുടെ മേളിൽ അത് കുറച്ചും കൂടി ലെവൽ കുറഞ്ഞു. പക്ഷെ എന്നാലും നരകമുണ്ട്. 19 പ്രാവശ്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊരു 13 പ്രാവശ്യമായിട്ടും ഉണ്ട്. പിന്നീട് വരുന്നുണ്ട് നമ്മുടെ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ 19 തവണയായിരുന്നുവെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ എത്തിയപ്പോൾ ആ 19 തവണ നരകം എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്ര നരകമാണുള്ളതെന്ന് അറിയോ? പഴയ നിയമത്തില് 0. 19 നരകം എന്ന് എഴുതിയേക്കുന്ന 19 വാക്കുകളും എടുത്ത്, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു, അതെടുത്ത് മാറ്റി. ഇപ്പോൾ 0 തവണയാണ് പഴയ നിയമത്തിൽ നരകം എന്നുള്ള വാക്ക്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. പാതാളം, മൗനത, ഷിയോളം എന്ന് പറഞ്ഞ വാക്കാണ് ഉള്ളത്. അപ്പൊ അത് കുഴി എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്ന അവസ്ഥയാണ് കുഴി, പിറ്റ് എന്നൊക്കെ പറയും. പിറ്റ്, സൈലൻസ് എന്നൊക്കെ പറയും, മൗനതയിൽ ഇരിക്കുക, അതിനെയാണ് ഷിയോൾ എന്നുള്ള വാക്ക്. അപ്പൊ ഈ മൗനത എന്നൊക്കെ ഉള്ളിടത്ത് അവർ നരകം എന്നാണ് ഇട്ടേക്കുന്നത്. മരിച്ചുപോയവരും മൗനതയിൽ ഇരിക്കുന്നവരെന്നൊക്കെ ഉള്ള സ്ഥലത്ത് നരകത്തിൽ ഇരിക്കുന്നവരും എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ മൗനത, ആ ഷിയോൾ എന്നൊക്കെയുള്ള വാക്കുകൾ എടുത്ത് ഇവരെന്ത് ചെയ്തു? നരകം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് ആദത്തിന്റെ നരകത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, മോശയ്ക്ക് നരകത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ഇടയ്ക്ക് ഒരു പുള്ളി വന്ന് വലിയ വാദമായിരുന്നു ക്ലബ് ഹൗസിനകത്ത്, ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഒരു യഹൂദ ക്രിസ്ത്യൻ ഒരു സംഭവം കൾട്ട്, എന്തോ ഒരു കൾട്ട് ഗ്രൂപ്പാണ്, ജൂയിഷ് മെസ്സിയാനിക് ജൂ എന്ന് പറഞ്ഞിട്ടൊരു കൾട്ട്, എന്തോ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അദ്ദേഹം പറയും, ഞങ്ങൾ ആ യഹൂദന്മാരുടെ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഇവിടെ നരകം ഉള്ളത്, അത് നരകമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ നരകമില്ല. ആദത്തിന് നരകത്തെ കുറിച്ച് വാണിംഗ് കൊടുത്തില്ല, മോശയ്ക്ക് നരകത്തെ കുറിച്ച് വാണിംഗ് കൊടുത്തില്ല,
അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും ആർക്കും നരകത്തെക്കുറിച്ച് വാണി കൊടുത്തില്ല. 10 കൽപ്പനകൾ കൊടുത്തു. ആ 10 കൽപ്പനകളുടെ ലംഘനം നടന്നു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്നില്ല. ഇവിടെ എങ്ങും നരകത്തിൽ പോകുന്നില്ല. പക്ഷെ എന്നാലും ആ നരകം കൊണ്ടുവന്നാലേ ഇവർക്ക് പറ്റത്തുള്ളൂ. കാരണം കഞ്ഞി കുടിച്ചു പോകണമല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ തുടങ്ങിയപ്പോൾ കിങ് ജെയിംസിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ പഴയ നിയമത്തിൽ 31 തവണ നരകം വാക്കുണ്ടായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4 ട്രാൻസ്ലേഷൻ താഴോട്ട് വന്നപ്പോഴത്തേക്ക് 3 ട്രാൻസ്ലേഷൻ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പഴയ നിയമത്തിൽ 31 പ്രാവശ്യം കൊടുത്തേക്കുന്ന നരകം എന്നുള്ള വാക്ക് റിമൂവ് ചെയ്യപ്പെട്ടു. അത് നരകം എന്നല്ല, വേറെ പല വാക്കുകളുമായിരുന്നു. അത് റിമൂവ് ചെയ്ത് അത് തിരുത്തി. പുതിയ നിയമത്തിലെ നരകം എന്ന് വന്നേക്കുന്ന വാക്കുകളും തിരുത്തി അതിന്റെ നമ്പർ 13 കുറഞ്ഞു. പിന്നെ നിങ്ങൾ വരുന്നുണ്ട് ഹോൾമാൻ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. അതിനകത്ത് പഴയ നിയമത്തിൽ 0 ആണ്. പിന്നെ വേറെ കുറെ ട്രാൻസ്ലേഷൻ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, അതിൽ പുതിയ നിയമത്തിൽ 12 ആണ് വരുന്നത്. 12 തവണ നരകം എന്ന് പറഞ്ഞ വാക്ക്. അപ്പം പിന്നെ ഈ ആദ്യത്തെ കിങ് ജെയിംസും ന്യൂ കിങ് ജെയിംസും കഴിഞ്ഞിട്ട് അതിന്റെ താഴേക്ക് വരുന്ന എല്ലാ വേർഷനിലും ഒന്നുകിൽ 13 തവണ നരകം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ 12 തവണ വന്നിട്ടുണ്ട്. അത് ഏർലി ടൈമിലാണ്, എന്ന് പറഞ്ഞാൽ ഏർലി ട്രാൻസ്ലേഷൻസ് ആണ്. ഇത് കഴിഞ്ഞ് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ഈ ഒരു ടൈം പീരീഡിൽ നമ്മളിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഉണ്ടോ? ഓതറൈസ് കിങ് ജെയിംസ് വേർഷൻ 31 തവണയാണ് നരകം വരുന്നത്, 23 തവണ പഴയ നിയമത്തിൽ. പക്ഷെ ഇത്രയും ട്രാൻസ്ലേഷൻസ്, ഇത്രയും ഒരു ലെവല് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് താഴെയുള്ള 28 ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഇവിടെ എങ്ങും നരകം എന്നുള്ള വാക്കേ ബൈബിളിനകത്തില്ല. പഴയ നിയമത്തിൽ 0, പുതിയ നിയമത്തിൽ 0, ആകെ മൊത്തം 0. അപ്പം ആകെ ഇത്രയും ട്രാൻസ്ലേഷൻസിനകത്ത് മാത്രമേ ഉള്ളൂ നരകം എന്നുള്ള വാക്ക് ഉള്ളത്. താഴെയുള്ള ഒരു ട്രാൻസ്ലേഷനിലും നരകം എന്നുള്ളൊരു വാക്കേ ഇല്ല, എല്ലാം 0 ആണ്. അപ്പൊ ആ നരകം എന്നൊക്കെയുള്ള വാക്ക് എവിടെ പോയി? പറയൂ സർക്കാരെ, എവിടെ പോയി? അപ്പൊ ഇതൊക്കെ വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് മാത്രമാണ്, അല്ലാതെ ശരിക്കും ബൈബിളിനകത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഈ നരകം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് തന്നെ സോറോആസ്ട്രനിസം എന്ന് പറയുന്ന പാർസി മതത്തിൽ നിന്നാണ്. ബാബിലോൺ സംസ്കാരമാണ്, പാർസി മതത്തിൽ നിന്നാണ് ഈ നരകം കയറി വരുന്നത്. ഈ നരകത്തിന്റെ വക്താക്കളൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ പാർസി മതത്തിലേക്ക് എത്രയും പെട്ടെന്ന് ചേരേണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ നരകമില്ല. അവിടെ ജീവനും മരണവും മാത്രമാണുള്ളത്. ലൈഫ് ആൻഡ് ഡെത്ത് എന്നാണ് അവിടെ പറയുന്നത്. നീ ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്ന ദിവസം നീ മരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് എപ്പോഴാണ് നരകത്തിൽ ഇടുന്നത്? ഒരു വ്യക്തിയെ എപ്പോഴാണ് നരകത്തിൽ ഇടുന്നത്? ദൈവം ആഗ്രഹിച്ച ജീവിതം അവൻ ജീവിക്കാതിരിക്കുമ്പോഴാണ് അവനെ ദൈവം നരകത്തിൽ ഇടുന്നത്. ദൈവം സർവജ്ഞാനിയാണെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ ഇവന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ദൈവം ആഗ്രഹിക്കുമോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് തന്നെ ദൈവം നരകത്തിലിടുന്നത്. ദൈവം സർവജ്ഞാനിയാണെങ്കിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമോ? ഇനി അവ ആഗ്രഹിച്ചാൽ അങ്ങനെ അവൻ ഓട്ടോമാറ്റിക്കലി ചെയ്യണം. അപ്പൊ സർവജ്ഞാനത്തിന് അപ്പോഴേ ഉള്ളൂ ഒരു വാലിഡിറ്റി. അപ്പൊ ദൈവം ഇവർ പറയുന്നതനുസരിച്ച് ദൈവം പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അന്ത്യന്യായവിധിയിലാണ് കണക്കൊക്കെ എടുക്കുമ്പോഴാണ് ദൈവത്തിന് അറിയുന്നത് ആരൊക്കെയാ ദൈവം പറഞ്ഞ പോലെ അനുസരിക്കുന്നത്, ആരൊക്കെ അനുസരിക്കാത്തെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വളരെ വികലമായ സുവിശേഷമാണ്. സുവിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതല്ല, അനാദികാലം മുതല് പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലും ഉണ്ടായിരുന്ന സ്നേഹത്തിൽ നിന്നാണ് ഈ സുവിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്നുള്ള സുവിശേഷം. നിങ്ങൾക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ക്ലബ് ഹൗസ് റൂമുണ്ട്, അവിടേക്ക് വരാം. ഷിബു പീഡിയക്കൽ പാസ്റ്റർ ഫോളോ ചെയ്യാം, എന്നെ ഫോളോ ചെയ്യാം, ബിന്നി പി ജോൺ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മീറ്റിംഗ് അവിടെ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാം.
നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, എല്ലാവർക്കും അവസരം തന്നെയാണ്. പെന്തക്കോസ് ഗ്രൂപ്പുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും ക്ലബ് ഹൗസിലുള്ളവർക്ക് അറിയാം. പെന്തക്കോസ് ഗ്രൂപ്പുകളിൽ ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല. ചോദ്യം ചോദിക്കുക, യു ഗെറ്റ് ഔട്ട്. പിന്നെ ഇവിടെ പറയാനോ ഇരിക്കാനോ ഒന്നും ഒരു അവകാശമില്ല. പക്ഷെ ഗ്ലോറിയസ് ഗോസ്പലിൽ നമ്മൾ എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. ഡീസെന്റ് ആയിട്ടൊരു ടൈം, വളരെ ഒരു ഡീസെന്റ് ആയിട്ട് എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു നല്ല സമയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദ്യം ചോദിക്കാൻ വരാറുണ്ട്. പെന്തക്കോസുകാർ വരാറുണ്ട്, ബ്രദറുകാർ വരാറുണ്ട്, ഇസ്ലാം വിശ്വാസികൾ വരാറുണ്ട്. എല്ലാവരുടെ അടുത്തും വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടുന്നതല്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ആരും ഇങ്ങോട്ട് വലിയ ഷോ ഇറക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങളുടെ അടുത്ത് ഉടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളും ഉടക്കും. ഡീസെന്റ് ആയിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് ഡീസെന്റ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ പല ചർച്ചകളും കേൾക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലബ് ഹൗസിലെ നമ്മുടെ ചർച്ചകൾ. യുക്തിവാദികളുടെ കൂടെയുള്ള ചർച്ചകളുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മളതൊക്കെ നേരിട്ടു. വി ആർ പ്രൗഡ് ഓഫ് പ്രസന്റിങ് ദിസ് ഗോസ്പൽ. അപ്പം യു ഷുഡ് ഓൾസോ ബി പ്രൗഡ്. സബ്സ്ക്രൈബ് ടു ഗ്ലോറിയസ് ഗോസ്പൽ യൂട്യൂബ് ചാനൽ. അവിടെ നിങ്ങൾക്ക് എല്ലാ പ്രസംഗങ്ങളും പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അതേപോലെ ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ഫ്രൈഡേയിലും ഇപ്പം പെന്തക്കോസുകാരുടെ ഒരു ആരോപണമാണ് ഈ ഗ്ലോറിയസുകാരും പ്രാർത്ഥിക്കാത്തവരാണ്. അപ്പൊ അങ്ങനെയല്ല, എല്ലാ ഫ്രൈഡേയിലും ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ, നിങ്ങൾക്കുള്ള പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അവിടെ തരികയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളാരും പ്രത്യേകം ഭയങ്കര വലിയ ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മലമറിച്ച് തരാമെന്നല്ല പറയുന്നത്. ഞങ്ങൾ സാധാരണ ആൾക്കാർ, സാധാരണ ഞങ്ങളുണ്ട്. അതേപോലെ ഇപ്പൊ ഞാനുണ്ട്, ഷിബിച്ചാനുണ്ട്, ബിന്നി ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇരുന്ന് പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫ്രൈഡേ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റ് സാധന്മാരുടെയും വിശുദ്ധന്മാരുടെയും നാമത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ഫ്രൈഡേയിലത്തെ പ്രാർത്ഥന. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പേര് ഈ പറഞ്ഞ കോവിഡിന്റെ ഒക്കെ പ്രശ്നങ്ങളാൽ വലഞ്ഞ ഒരുപാട് പേര് ഈ പ്രാർത്ഥനയിലൊക്കെ അവർ പ്രയർ റിക്വസ്റ്റ് തരികയും അവരുടെ ലൈഫിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. എനിക്ക് പേഴ്സണലി കുറെ ടെക്സ്റ്റുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിലെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളാരും വിശുദ്ധരായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക രോഗസൗഖ്യമോ കാര്യങ്ങളോ ഒന്നും തരുന്നതല്ല. സഹോദരന്മാരുടെയും വിശുദ്ധന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും ആ ഒരു മാധ്യസ്ഥത്തിൽ, ആ ഒരു ഇന്റർസെഷനില് നമുക്ക് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ പാട്ടുകൾ പാടാറുണ്ട്. സുറിയാനി സഭയുടെ ഗീതങ്ങളാണ് പാടുന്നത്. പെന്തക്കോസുകാരുടെ പാട്ടുകൾ, ചില നല്ല പാട്ടുകളുണ്ടെങ്കിൽ, മാർത്തോമാ സഭയിലൊക്കെ പാടുന്ന പാട്ടുകൾ നല്ലതുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും. പക്ഷെ കൂടുതലും സുറിയാനി സഭയിലെ ഹിംസ് ആണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനം വായിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതോടുകൂടെ ഒരു ഷിബിച്ചായന്റെ ഒരു നല്ല പ്രസംഗമൊക്കെ കേൾക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഫ്രൈഡേയിലും വൈകുന്നേരം 7:30-ക്കാണ് ഇന്ത്യൻ സമയം, വൈകുന്നേരം 7:30-ക്കാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രാർത്ഥനയോഗം ഉള്ളത്. വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പല വ്യക്തികളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇതുവരെ ഇല്ലാത്തവര് നമ്മുടെ പേജിൽ നിന്ന് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബിന്നി പി ജോണിനെ കോൺടാക്ട് ചെയ്യാം. ബിന്നി പി ജോൺ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞങ്ങളുടെ സൂം മീറ്റിങ്ങിന്റെ ID ഇടുന്നത്. ഐഡിയും പാസ്വേഡും ഞങ്ങൾ പ്രയർ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ആ ഗ്ലോറിയസ് ഫാമിലിയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ സഭയിലുള്ള അച്ഛന്മാരൊക്കെ വരാറുണ്ട്. പല സമയത്തും അച്ഛന്മാര് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് വേണ്ടി. അച്ഛന്മാരുടെ പ്രഭാഷണങ്ങൾ ചില സമയത്തൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അപ്പോൾ എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു പാക്കേജാണ്. നിങ്ങൾക്ക് ഒരു നല്ല കമ്മ്യൂണിയൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു പ്രയർ മീറ്റിൽ ജോയിൻ ചെയ്യുക എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.